പത്തരമാറ്റിലാണെങ്കിൽ നയനയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ച നമ്മുടെ നവ്യയെ തല്ലുന്ന ആദർശിനെ ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ എപ്പിസോഡിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ നവ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് നമുക്ക് കാണാം. നവ്യയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് അബിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജയിലിലേക്ക് അബിയെ വിട്ടിരിക്കുന്നു എന്ന് കാണാം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണിക്കുന്നുണ്ട്. ഇതിനപ്പുറം നമ്മുടെ നയനയ്ക്കാണെങ്കിൽ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ കനകയെ കാണാം. അതേസമയം നയന പറയുന്നുണ്ട്, അമ്മയുണ്ടാക്കുന്ന പലഹാരങ്ങൾക്കൊക്കെ പ്രത്യേക ഒരു രുചിയും ടേസ്റ്റും തന്നെയാണ് എന്ന് പറയുന്നത് കാണാം. അത് കേട്ടതും കനക പറയുന്നുണ്ട്, അല്ലേലും ഞാൻ നിനക്ക് എന്തുണ്ടാക്കി തന്നാലും നിനക്ക് നല്ല രുചി എന്ന് പറയാനല്ലാതെ രുചിയില്ല കൊള്ളില്ല എന്ന് പറയാൻ നിനക്കറിയില്ലല്ലോ നയനമോളെ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും അതെ, ഇവിടുന്ന് പോയ പിന്നെയാണ് അമ്മയുടെ വിലയും അമ്മയുടെ പലഹാരത്തിൻ്റെ സ്വാദുമൊക്കെ ഞാൻ അറിയുന്നത് എന്ന് പറയുന്നു. കൂടാതെ തന്നെയാണെങ്കിൽ ഇവിടെ നന്ദു ഉണ്ടല്ലോ, അവൾക്ക് വേണ്ടതെല്ലാം അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ആ യോഗേഷിൻ്റെയും വിഘ്നേഷിൻ്റെയും ഒക്കെ കൂടെ കൂടി രാത്രിയാകുമ്പോൾ പോവും. പിന്നെ വയറ് നിറച്ച് എന്താണ്ടൊക്കെ തിന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വരും. പിന്നെ ഞാനുണ്ടാക്കുന്നതൊക്കെ അവൾക്ക് വേണോ? ഞാനുണ്ടാക്കുന്ന ഒരു സാധനം പോലും പിന്നെ അവൾക്ക് വേണ്ട എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഇതേ സമയമാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, അല്ല അവൾക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അവൾ അധ്വാനിച്ച് ജീവിക്കുന്നവളല്ലേ, അതുകൊണ്ട് അവൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചോട്ടെ എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ കനക പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, അവൾക്ക് കിട്ടുന്ന ശമ്പളമാണെങ്കിൽ അവൾ നേരെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും. അച്ഛനാണെങ്കിൽ അതിൽ നിന്ന് 500 രൂപയൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ തിരികെ ആ കാശ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് വെച്ചാൽ എന്നാലും വീട്ടിലൊക്കെ തരുന്നുണ്ട്, പാവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മുടെ നന്ദു ആണെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ഇതേ സമയം നയന പറയുന്നുണ്ട്, ഞങ്ങൾ നിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നന്ദു, അപ്പോഴേക്കും നീ വന്നല്ലോ എന്ന് ചോദിക്കുന്നത് കാണാം. അത് കേട്ട നന്ദു ആണെങ്കിൽ ഇതൊക്കെ ഞാൻ കേട്ടുകൊണ്ട് തന്നെയാണ് വന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയും കാര്യങ്ങളും ഉണ്ട്. അതായത് നവ്യേച്ചിയുടെ ഭർത്താവായ നയനേച്ചിയെ വധിക്കാൻ ശ്രമിച്ച ആ ദുഷ്ടൻ അറസ്റ്റിലായി, അതായത് ലോക്കപ്പിലായി. അവനെ റിമാൻഡ് ചെയ്തു എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാം. അത് കേട്ടതും നമ്മുടെ കനകയും ഗോവിന്ദനും പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, അതാണ് നല്ലത്. കാരണം എൻ്റെ നവ്യമോളുടെ ജീവിതം കുട്ടിച്ചോറാക്കിയവനാണ് അവൻ. അവൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും അവൻ എടുക്കാനായിട്ടാണ് ശ്രമിച്ചത്. അവന് ആരോടും ഒരു കൂറോ ഒരു സ്നേഹമോ ഒന്നുമില്ല. അവനും അവൻ്റെ അമ്മയ്ക്കും ഒരു കരുണ്യവുമില്ല. അതുകൊണ്ട് തന്നെ നവ്യമോളുടെ ജീവിതവും മോളുടെ കുഞ്ഞ് സുഖമായി ജനിക്കണമെങ്കിലും സത്യം പറഞ്ഞാൽ അഭി ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നു. അത് കേട്ട നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഒരു ആജന്മ ശത്രുവായി കാണുന്ന ഒരു ചേച്ചിയാണ് തനിക്കുള്ളത് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, നവ്യയുടെ കാര്യമല്ലേ, അത് മോള് കാര്യമായിട്ട് എടുക്കാനൊന്നും നിൽക്കണ്ട, അവളുടെ ദേഷ്യമൊക്കെ നമുക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുന്നത് കാണാം. അച്ഛാ, പഴയ നവ്യേച്ചിയൊന്നും അല്ലത്, നവ്യേച്ചിക്ക് ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച മാതിരിയാണ് കാണിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട്, സത്യം നമ്മൾ മറച്ചു വെച്ചത് കൊണ്ടാണ് നവ്യേച്ചി ഇങ്ങനെയൊക്കെ കിടന്ന് ആടുന്നത്. സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാം. അത് കേട്ടതും മോളെ, സത്യം പറഞ്ഞാൽ അവൾ ചാകുമെന്നല്ലേ അന്ന് പറഞ്ഞത്, അബിയെ കൊല്ലുമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടല്ലേ നമ്മളാരും സത്യം പറയാതിരുന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ശരിയാണച്ചാ, പക്ഷേ എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നവ്യേച്ചിയുടെ പോക്ക്
ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, സത്യം പറഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമ്മുടെ നവ്യ അവിടേക്ക് കയറി വരുന്നു. ഓ, എൻ്റെ അബിയെ ജയിലിലടച്ചതിൻ്റെ സന്തോഷത്തിൽ പലഹാരമൊക്കെ വെച്ചുണ്ടാക്കി എല്ലാവരും കൂടി കഴിക്കുകയായിരിക്കും അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ നവ്യ അവിടേക്ക് വരുന്നത് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ ദേ നവ്യ മോളെ, അങ്ങനെയൊന്നുമില്ലെന്നേ, നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ, അങ്ങനെയൊന്നും ഞങ്ങൾ ആരും ചെയ്യുകയുമില്ല എന്ന് പറയുന്നത് കാണാം. ഇതേ സമയമാണെങ്കിൽ പിന്നെ തെറ്റിദ്ധരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അബിയയുടെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതായത് അബിയെ എങ്ങനെയെങ്കിലും ലോക്കപ്പിലാക്കണം, ജയിലിലാക്കണമെന്ന് ചിന്തിക്കുന്ന ഇവളുണ്ടല്ലോ, ഈ നന്ദു, ഇവളുടെ ആഗ്രഹം എന്നത് അനന്തപുരിയിൽ കയറാമെന്ന. എൻ്റെ കൊക്കിലെ ജീവനുള്ളിടത്തോളം കാലം അനിയുടെ ഭാര്യയായി അനന്തപുരിയിലേക്ക് നീ ഒരിക്കലും വരില്ല. പിന്നെ നയനെ, നിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയണ്ടല്ലോ, നീയും എൻ്റെ ശത്രുപക്ഷത്തുള്ളതാ. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാ എൻ്റെ ജീവിതം ഇപ്പോൾ കുളം തോണ്ടിയിരിക്കുന്നത്, എൻ്റെ മകൻ്റെ ഭർത്താവിനെ ജയിലിലാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു. നിങ്ങളെ രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല, നിങ്ങളോട് രണ്ടിനോടും ഞാൻ പ്രതികാരം തന്നെ ചോദിക്കുമെന്ന് പറയുന്നു. ഇതേ സമയം നന്ദു പറയുന്നുണ്ട്, ഒരു ദുഷ്ടനെ ലോക്കപ്പിൽ അടച്ചതിന് ഇത്ര വലിയ ചാവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നവ്യ നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് നന്ദുവിനോട് തൻ്റെ കുത്തിനെ പിടിച്ച് കൊല്ലടി, കഴുത്തു ഞെരിച്ച് കൊല്ലടി, അതല്ലേ നിനക്കൊക്കെ ഇഷ്ടം എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാം. നവ്യേച്ചിക്ക് വല്ല വട്ടോ കാര്യങ്ങളും ഉണ്ടോയെന്ന് നയന ചോദിക്കുക. അത് കേട്ടതും എനിക്കല്ലടി വട്ട്, നിങ്ങൾക്കാ വട്ട്. നിങ്ങൾ എൻ്റെ ഭർത്താവാണെന്നുള്ള കാര്യം മറന്ന് അവനെ ശിക്ഷിക്കാനായിട്ടാണ് ഒരുങ്ങിയത്. ഇവളാണെങ്കിലോ അബി എൻ്റെ ഭർത്താവാണെന്നുള്ള കാര്യം, അതായത് അവളുടെ ഏട്ടനാണെന്നുള്ള കാര്യം മറന്ന് നല്ല ഇടി എന്നെ ഇടിച്ചു ചമ്മന്തിയാക്കി എന്ന് പറയുന്നു. അത് കേട്ട നന്ദു പറയുന്നുണ്ട്, ഇയാളെപ്പോലുള്ളവരൊക്കെ ഏട്ടനാണെന്ന് പറയാൻ തനിക്ക് നാണക്കേടാണ് എന്ന് പറയുമ്പോൾ, വേണ്ടടി, നീ ആദർശിൻ്റെ ഏട്ടനായിട്ട് തന്നെ കണ്ടു നടന്നാൽ മതി. ഞങ്ങളൊക്കെ പുറമ്പോക്കാണല്ലോ, അബിയും അബിയുടെ അമ്മയും പുറമ്പോക്കാണെന്ന് അവർ പറയുമ്പോൾ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തീർത്തും വിശ്വാസമായിരിക്കുന്നു. എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛാ അമ്മേ, നിങ്ങൾക്ക് എന്നെയും ദത്തെടുത്തതാണോ നിങ്ങൾ രണ്ടുപേരും കൂടി? അതായത് നിങ്ങൾക്ക് കൊച്ചുങ്ങളില്ലാതായപ്പോൾ എന്നെ ദത്തെടുത്തതാണോ എന്ന് ചോദിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അല്ല, നന്ദുവും നയനയും എപ്പോഴും ഒന്നായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ ഇപ്പം അങ്ങനെയായോ കാര്യങ്ങൾ? അച്ഛൻ്റെ അമ്മയുടെയും തലയിലേക്ക് ഇനി കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ മതിയല്ലോ, വേറൊന്നും വേണ്ടല്ലോ എന്ന് നന്ദു ചോദിക്കുന്നു. പണ്ട് മുതലേ ചേച്ചി ഞങ്ങളെ ആരെയും സ്നേഹിച്ചിട്ടില്ല, ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ല. ചേച്ചിയുടെ ഇഷ്ടവും ചേച്ചിയുടെ താല്പര്യത്തിനൊത്താണ് നടന്നിട്ടുള്ളത് എന്ന് പറയുന്നു നന്ദു. അത് കേട്ടതും നമ്മുടെ നവ്യാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാവർക്കും ഞാൻ ശരിക്കും തരാം എന്ന് പറയുന്നത് കാണാം. അങ്ങനെ നമ്മുടെ നയന അവിടെ നിന്ന് സങ്കടപ്പെടുന്നുണ്ട്, നവ്യാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ നവ്യയുടെ മനസ്സിൽ വീണ്ടും വിഷം കുത്തിവെക്കുന്ന ജലജയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോളെ, നീ ഇങ്ങനെ അടങ്ങിയിരുന്നത് കൊണ്ട് നിൻ്റെ ഭർത്താവിനെ ജയിലിലാക്കിയവരോട് പ്രതികാരമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരോട് പ്രതികാരവും കാര്യങ്ങളൊക്കെ വീട്ടണമെങ്കിൽ എൻ്റെ കയ്യിലൊരു പറ്റിയ ഐഡിയ ഉണ്ട് എന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഇവിടെ എല്ലാവരും അനന്തപുരിയിലെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ, ആ കുഞ്ഞിനെ നമുക്കങ്ങോട്ട് ഇല്ലാതാക്കിയാലോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ദേ അമ്മ, അതൊക്കെ വേണോ എന്ന് ചോദിക്കുകയാണ് നവ്യ. മോളെ, നിൻ്റെ ഭർത്താവിനെ ലോക്കപ്പിലാക്കിയവരോട് ഇതിൽ കൂടുതൽ വലിയ രീതിയിൽ പ്രതികാരം ചെയ്യാനൊന്നുമില്ല. ആ കുഞ്ഞിനെ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. നീ വേണമെങ്കിൽ അബിയെ ഒന്ന് ചെന്ന് കണ്ട് ഒന്ന് സംസാരിച്ചു നോക്ക് എന്ന് പറയുന്ന കാഴ്ച. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ അബിയെ കാണാനായിട്ട് ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ ചെല്ലുമ്പോൾ അബിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്നെ ഒരുപാട് തല്ലി, ഒടുവിൽ എന്നെ ഈ ജയിലിൽ കൊണ്ട് അടച്ചിട്ടു. അതായത് നിൻ്റെ അനിയത്തിക്ക് ഒന്ന് മനസ്സ് വിചാരിച്ചെങ്കിൽ എന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമായിരുന്നു, പക്ഷേ അതവൾ ചെയ്തില്ല എന്ന് പറയുന്നു. നവ്യെ, ആ കുഞ്ഞ്, അതായത് നിൻ്റെ അനിയത്തിയുടെ വയറ്റിൽ പിറക്കുന്ന, അതായത് ഉദരിച്ചെടുക്കുന്ന ആ കുഞ്ഞിനെ നീ ഇല്ലാതാക്കണം. ആ കുഞ്ഞെങ്ങാനും ജനിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ജീവിതം ആകെ ഇരുട്ടിലാകും എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് ആ കുഞ്ഞു ഭൂമിയിൽ ജനിച്ചാൽ നമ്മളെല്ലാവരും അനന്തപുരിയിൽ നിന്നും പുറത്താകും. അനന്തപുരി പിന്നെ ആ കുഞ്ഞിൻ്റെ ആയിരിക്കും എന്ന് പറയുന്നത് നമുക്ക് കാണാം. ഇതേ സമയമാണെങ്കിൽ നവ്യ ചോദിക്കുന്നുണ്ട്, അതൊക്കെ വേണോ അബി എന്ന് ചോദിക്കുമ്പോൾ അത് വേണം, നീ അമ്മയുടെ കൂടെ നിന്നാൽ മതി, എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തോളും എന്ന് പറയുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് ഒരുങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതിനുവേണ്ടി ജലജയുടെ ഒപ്പം നിൽക്കുന്ന ഒരു നവ്യയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ നമ്മുടെ ജലജയാണെങ്കിൽ നവ്യയെ കൂട്ടുനിർത്തി, അതായത് എന്ത് പ്രശ്നം വന്നാലും നവ്യയുടെ തലക്കിടാനാണ് ജലജ വിചാരിച്ചിരിക്കുന്നത്. ജലജയെ കൂട്ടുപിടിച്ച് നമ്മുടെ നവ്യ ഇങ്ങനെ ചെയ്യാണ്. നവ്യ പറയുന്നുണ്ട്, ഞാൻ ചെയ്യില്ല, അമ്മയെല്ലാം ചെയ്യണമെന്ന് പറയുന്നു, ഞാൻ പിന്തുണ നൽകാം അത്രമാത്രം എന്ന് പറയുമ്പോൾ ശരി മോളെ എന്ന് പറയുന്നു. പക്ഷേ ജലജയുടെ മനസ്സിൽ ഉദ്ദേശം വേറെയാണ്. എല്ലാ കുറ്റങ്ങളും നവ്യയുടെ തലയിലേക്ക് ഇട്ടുകൊടുക്കണം. അതിനു വേണ്ടിയാണ് ജലജ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദേവയാനി അടിച്ചു വെച്ച ജ്യൂസ്, അതിൽ ജലജ ചെന്ന് വിഷം കലക്കുന്നത്, കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വിഷം കലർത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ ദേവയാനി വന്ന് ആ വിഷം കലർത്തിയ ജ്യൂസ് കൊണ്ട് നയനയ്ക്ക് കൊടുക്കുന്നു. നയനയാണെങ്കിൽ അതങ്ങനെ കുടിക്കാനായിട്ട് പോകുന്ന സമയം എന്തോ ഭാഗ്യത്തിന് ആദർശ് വിളിക്കുകയും നയന ആ ജ്യൂസ് അവിടെ വയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതേ സമയം അതുവഴി വന്ന ചന്തുമോള് ആ ജ്യൂസ് കുടിക്കാനായിട്ട് ഇടയാകുന്നു. ജ്യൂസ് കുടിച്ച ചന്തുമോളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഛർദ്ദിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നത് കാണാം പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജലജയുടെ എല്ലാവരുടെയും പദ്ധതി ആകെ ഫ്ലോപ്പ് ആവുന്നുണ്ട്. ചന്തുമോളെയും കൊണ്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുന്നുണ്ട്, ആരോ ഈ ജ്യൂസിൽ വിഷം കലർത്തിയത് മോള് അറിയാതെ കുടിച്ചതാണ് എന്ന് പറയുമ്പോൾ സത്യം ആദർശ് തിരിച്ചറിയുന്നു. ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഇനി സത്യം മറച്ചു വയ്ക്കുന്നതിൽ യാതൊരു അർത്ഥമോ കാര്യങ്ങളോ ഒന്നുമില്ല നയനെ, അതുകൊണ്ട് തന്നെ നവ്യയ്ക്കുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനന്തപുരിയിലേക്ക് പോകുന്നു. അനന്തപുരിയിൽ ചെന്നതിന് ശേഷമാണെങ്കിൽ നേരെ നമ്മുടെ നവ്യയെയും വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന ആദർശിനെ നമുക്ക് കാണാം. മുത്തശ്ശ, ഞാനൊരു കടുത്ത തീരുമാനമെടുക്കാൻ പോവാണ്, എല്ലാവരും എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നു. അത് കേട്ടതും, എന്താ നീ ആദ്യം കാര്യം പറ എന്ന് പറയുമ്പോൾ, എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാനായിട്ട് ഇവിടെ ചിലരൊക്കെ ശ്രമിച്ചു തുടങ്ങി, നയനയ്ക്ക് കൊടുത്ത ജ്യൂസിൽ വിഷം കലർത്തി ചിലർ എന്ന് പറയുന്ന കാഴ്ച. അത് കേട്ടതും ദേവയാനിയാണെങ്കിൽ ഞെട്ടുന്നുണ്ട്, മുത്തശ്ശനെ എല്ലാവരും ഞെട്ടിത്തരിക്കുന്നുണ്ട്. നീ ആരെയാന്ന് എനിക്ക് സംശയമുള്ളത് എന്ന് പറയുമ്പോൾ, എനിക്ക് ആരെ സംശയം, എനിക്ക് നേരത്തെ ഈ അബിയുടെ അമ്മയെ സംശയമുള്ളൂ, ഈ ജലജാപ്പച്ചിക്ക് ആണെങ്കിൽ അവരുടെ മോനെ ജയിലിലാക്കിയതൊന്നും ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അവരായിരിക്കും വിഷം കലർത്തിയത് എന്ന് പറയുന്ന കാഴ്ച. അത് കേട്ടാ ജലജയാണെങ്കിൽ, ഞാനൊന്നുമല്ല കലർത്തിയത്, നവ്യയാണ് കലർത്തിയതെന്ന് നവ്യയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഇതേ സമയമാണെങ്കിൽ ആദർശിന് നല്ല കലി അങ്ങോട്ട് വരുന്നുണ്ട്. ആദർശാണെങ്കിൽ ഇപ്പോൾ ഇത്രയും കുറ്റങ്ങളും ഇത്രയും കാര്യങ്ങളൊക്കെ ഏറ്റത് നയന പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ചേച്ചി മരിക്കും, ആത്മഹത്യ ചെയ്യും, ജയിലിലാകുമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ആദർശിന് തൻ്റെ ക്രോധം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആദർശാണെങ്കിൽ നയനയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച നമ്മുടെ നവ്യയുടെ കരണത്ത് ആഞ്ഞൊരടി അടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരും നമ്മുടെ ആദർശിനെ തടയാനോ കുറ്റം പറയാനോ നിൽക്കുന്നില്ല. കാരണം ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ട് തിരിച്ചു കൊടുക്കുന്ന പ്രതിഫലം എന്നത് വെറും കുശുമ്പും കുണ്ണായ്മയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആദർശ് ചെയ്യുന്നതിനോട് എല്ലാവർക്കും യോജിപ്പുമാണ്. ഒടുവിൽ ആദർശ് നവ്യയെ സത്യം അറിയിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ.